ഹലോ എവ്രി വൺ. എല്ലാവർക്കും നിർവാണയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ ഡെയിലി ലൈഫിലെ യൂസേജിനുമായിട്ടുള്ള 30 ഇംഗ്ലീഷ് വൊക്കാബ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് കുറച്ച് ആഡ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് വേർഡ് ആണ് കൺവീവിയൽ. കൺവീവിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്യാണ് നമ്മൾ കൺവീവിയൽ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക. അവർ ഭയങ്കര എക്സ്ട്രോവേർട്സ് ആയിരിക്കും. ഏതൊരു പുതിയ സർക്കിളിൽ പോയാലും ശരി, എല്ലാ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ആവും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൺവീവിയൽ എന്ന് പറയാ. അടുത്ത വേർഡാണ് ഇൻഡിഫാറ്റിഗബിൾ. ഇൻഡിഫാറ്റിഗബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർലെസ് പീപ്പിൾ. അവർക്ക് ഫാറ്റിഗേ ഉണ്ടാവില്ല. എത്ര നേരം വേണമെങ്കിലും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ രണ്ടാൾക്കാരുടെ ജോലി ഒറ്റയടിക്ക് അവർ ചെയ്യും. എന്നാലും അവർ വീണ്ടും എനർജറ്റിക് ആയിരിക്കും. എത്ര ജോലി ചെയ്താലും അവരെന്തായിരിക്കും? എനർജറ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് ഇൻജെന്യുവസ്. ഇൻജെന്യുവസ് എന്ന് വെച്ചാൽ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ അപ്പുക്കുട്ടനെ പോലെ വളരെ ഫ്രാങ്ക് ആണ്. അവർ മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കില്ല. അവർക്ക് പറയാനുള്ളത് അവർ പറയും. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള, എന്താ പറയാ, നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇൻജെന്യുവസ് എന്ന് വിളിക്കുന്നത്. പെർസ്പിക്കേഷ്യസ്. എന്താണ് പെർസ്പിക്കേഷ്യസ് എന്ന് പറഞ്ഞാല്? പെർസ്പിക്കേഷ്യസ് എന്ന് വെച്ചാൽ കീൻ മൈൻഡഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ഇതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ആക്ട് ചെയ്യാനും പറ്റുന്ന ആൾക്കാരെയാണ് പെർസ്പിക്കേഷ്യസ് എന്ന് പറയാം. മാഗ്നാനിമസ്. മാഗ്നാനിമസ് എന്ന് പറഞ്ഞാൽ വളരെ നോബിൾ ആയിട്ടുള്ള, ബിഗ് ഹേർട്ടഡ്, മഹാമനസ്കർ എന്ന് നമ്മൾ പറയൂലേ. ഏതെങ്കിലും ഒരു ശത്രു ആയാലോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചെറിയ തെറ്റ് ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലോ അവരോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ മനസ്സുള്ള ആൾക്കാരെയാണ് നമ്മൾ മാഗ്നാനിമസ് എന്ന് പറയുന്നത്. ദെൻ വെർസറ്റൈൽ. വെർസറ്റൈൽ എന്ന് നമ്മൾ എപ്പോഴാണ് പറയാ? ഒരുപാട് കഴിവല്ലേ, ദൈവം എല്ലാ കഴിവും ഒരാൾക്ക് തന്നെ കൊടുത്തിരിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് വെർസറ്റൈൽ എന്ന് പറയാ. കാപ്പബിൾ ഇൻ മെനി ഡയറക്ഷൻസ്. പല പല കഴിവുകൾ അവർക്കുണ്ടാവും. ഫോർ എക്സാമ്പിൾ പ്രിയങ്ക ചോപ്ര. അവരൊരു ആക്ടർ ആണ്, അവരൊരു സിംഗർ ആണ്, ഒരു നല്ലൊരു ഒറേറ്റർ ആണ്, ഡാൻസർ ആണ്. അങ്ങനെ പല രീതിയിലും അവർക്ക് കഴിവുകളുണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരെയാണ് നമ്മൾ വേഴ്സറ്റൈൽ എന്ന് വിളിക്കുന്നത്. അടുത്ത വേർഡാണ് സ്റ്റോയിക്കൽ. സ്റ്റോയിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? അൺകംപ്ലൈനിങ് അല്ലെങ്കിൽ അൺഫ്ലിഞ്ചിങ്. അവർക്ക് ഒരിക്കലും കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. എന്ത് ചെറിയ സാധനം കിട്ടിയാലും അവർ അതുകൊണ്ട് തൃപ്തരായിരിക്കും. അങ്ങനെ എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് എപ്പോഴും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കൂല. അവര് അഡ്ജസ്റ്റബിൾ ആണ്. അവർ അഡ്ജസ്റ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്റ്റോയിക് എന്ന് പറയാ. അവർക്ക് ഓവർ ആയിട്ടുള്ള ഇമോഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് സ്റ്റോയിക്കൽ. അടുത്തതാണ് ഇൻട്രപ്പിഡ്. ഇൻട്രപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫിയർലെസ്. എന്ത് സംഭവം വന്നോട്ടെ ഞാൻ നെഞ്ചു വിരിച്ച് നേരിടും എന്ന് പറയുന്ന ആൾക്കാരാണ് ഇൻട്രപ്പിഡ് എന്ന് പറയുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയം ഉണ്ടാവില്ല. ഭയം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇൻട്രപ്പിഡ്. സിൻഡിലേറ്റിംഗ്. സിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ണി ആയിട്ടുള്ള, വിറ്റി ആയിട്ടുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് സിൻഡിലേറ്റിംഗ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ സിൻഡിലേറ്റിംഗ് ആയിട്ടുള്ള ഒരാളുണ്ടാവും അല്ലെ. ക്ലാസിന്റെ ഒരു ഓളമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ഭയങ്കര കോമഡി ഒക്കെ പറയുന്ന ഒരാളുണ്ടാവും. അവരെ നമ്മൾ സിൻഡിലേറ്റിംഗ് എന്നാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത വേർഡ് നോക്കാം, അർബൻ. അർബൻ എന്ന് പറഞ്ഞാൽ സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ വെൽ മാനേർഡ്, പുരോഗമിച്ചിട്ടുള്ള ആൾക്കാരാണ്. പുതിയതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കാലത്തിനനുസരിച്ച് പുരോഗതി കൈവരിച്ച ആളുകളെയാണ് നമ്മൾ അർബൻ എന്ന് പറയാം. അവര് നല്ല മാനേഴ്സ് ഉള്ള, നല്ല നോളജ് ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അടുത്തതാണ് വിവേഷ്യസ്. വിവേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഓഫ് ജോയ്, ഭയങ്കര സന്തോഷാണ്, ഹാപ്പിനെസ് ആണ്, ഫുൾ ഓഫ് പോസിറ്റിവിറ്റി. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എസ്പെഷ്യലി സ്ത്രീകള്, അവരെ നമ്മൾ വിവേഷ്യസ് ആണ് ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പൊ ഒരു ഫുൾ പോസിറ്റിവിറ്റി, ഫുൾ ജോയ്, അട്രാക്റ്റീവ്, ഇതൊക്കെയാണ് വിവേഷ്യസ്. നെക്സ്റ്റ് ഈസ് ഗ്ലൂട്ടൻ. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്. ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ആ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിലായാലും ഭയങ്കര ഗ്രീഡി ആയിരിക്കും, അത്യാഗ്രഹികളായിരിക്കും ഈ ഗ്ലൂട്ടൻ. അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എന്ത്? ഗ്ലൂട്ടൻ. നോക്ഷ്യസ്. നോക്ഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? ടോക്സിക് ആണ്. ഓക്കെ, ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ നോക്ഷ്യസ് എന്ന് വിളിക്കുക. ദെൻ കഡാവർ. കഡാവർ എന്ന് വെച്ചാൽ എന്താണ്? ടോക്സിക് ആയിട്ടുള്ള സാധനം കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോകും. അപ്പം കോപ്സ്, ശവം അല്ലെ, ഡെഡ് ബോഡി, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കഡാവർ എന്ന് വിളിക്കുന്നത്. കണ്ടോളൻസ്. കണ്ടോളൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് സിമ്പതി. ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തും അല്ലെങ്കിൽ അനുശോചനം അറിയിക്കും.
ഇപ്പം ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസോ മറ്റോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി എന്നൊക്കെ പറയും. അപ്പം അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് കണ്ടോളൻസ്. അനുശോചനം രേഖപ്പെടുത്തുക, അതാണ് കണ്ടോളൻസ്. അടുത്ത വേർഡാണ് ഷിവാൽറി. ഷിവാൽറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ഇപ്പം സ്ത്രീകളോട് വളരെ ബഹുമാനത്തോട് കൂടി പെരുമാറുന്ന പുരുഷന്മാരെ. അപ്പം ആ ഒരു ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള അഡ്ജക്റ്റീവ് ആണ് ഷിവാൽറി എന്ന് പറയുന്നത്. ഒബ്സീക്യൂയസ്. അടുത്ത വേർഡ് ഒബ്സീക്യൂയസ് ആണ്. എക്സസീവ് ആയിട്ടുള്ള ഒബീഡിയൻസ്. നമ്മൾ ചിലപ്പം എയർ ഹോസ്റ്റസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അവിടുത്തെ വെയിറ്റേഴ്സ് ആയിരിക്കാം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ അത് ചെയ്തു തരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അപ്പൊ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള ആൾക്കാർ, എക്സസീവ് ആയിട്ട് ഒബീഡിയന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ഒബ്സിക്വേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഒബ്സിക്വേസ്. ഒബ്സിക്വേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂണറൽ റൈറ്റ്സിനെയാണ് ഒബ്സിക്വേസ് എന്ന് വിളിക്കുക. രണ്ടിന്റെയും സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ഒബ്സിക്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മരണാനന്തര ചടങ്ങുകൾ. ഓക്കെ. അടുത്ത വേർഡാണ് ക്വെറുലസ്. ക്വെറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിവൺ ഫുൾ ഓഫ് കംപ്ലൈൻസ്. ഇപ്പൊ നോക്കിയാലും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് എപ്പോഴും എന്താണ്, കംപ്ലൈൻസ് ആണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ക്വെറുലസ് എന്ന് വിളിക്കുന്നത്. അടുത്ത വേർഡ് ഓബ്നോക്ഷ്യസ്. നമ്മൾ ഓൾറെഡി നോക്ഷ്യസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. നോക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോക്സിക് ആണ്. ഒബ്നോക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺപ്ലസന്റ്. ഇതും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ളതിനാണ് നമ്മൾ ഒബ്നോക്ഷ്യസ് എന്ന് വിളിക്കുന്നത്. സോ ക്വെറുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുൾ കംപ്ലൈൻസ് ആണ്. ഒബ്നോക്ഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസന്റ് ആൻഡ് ഒഫെൻസീവ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് മർഡർ നടത്താൻ വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. സൂയിസൈഡ്. സൂയിസൈഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ന്യൂസിലൊക്കെ മിക്കവാറും കാണുന്നതാണ് സൂയിസൈഡ്. കില്ലിംഗ് വൺ സെൽഫ് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനെയാണ് സൂയിസൈഡ് എന്ന് വിളിക്കുക. എന്താണ് ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാല്, സ്വന്തം ബ്രദറിനെ, അല്ലെ, സ്വന്തം ചോരയായിട്ടുള്ള സ്വന്തം ബ്രദറിനെ കൊല്ലുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രാട്രിസൈഡ്. ഓക്കെ. അപ്പൊ ഈ ചിത്രത്തിൽ ഞാൻ കൊടുത്തത് കർണനും അർജുനനാണ്. ഓക്കെ. അടുത്ത വേർഡ് സൊറോറിസൈഡ്. സൊറോറിസൈഡ് എന്ന് വെച്ചാല് സ്വന്തം സിസ്റ്ററിനെ കൊല്ലുന്ന, അല്ലെ, സ്വന്തം സിസ്റ്റർ ആണ്, അവരെ കൊല്ലുന്നതിനെയാണ് എന്ത് പറയാ, സൊറോറിസൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹോമിസൈഡ്. ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്, മനുഷ്യന്മാരാണ്. അപ്പൊ ഹോമിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യന്മാരെ കൊല്ലല്, അല്ലെ, അത് ആരും ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സിനെ കൊല്ലുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമിസൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റെജിസൈഡ്. റെജിസൈഡ് ആരെ കൊല്ലുന്നതാണ്, രാജാവിനെ കൊല്ലുന്നതാണ്. ഓക്കെ, രാജാവിനെ കൊല്ലുന്നതാണ് റെജിസൈഡ്. ദെൻ യുക്സോറിസൈഡ്. യുക്സോറിസൈഡ് എന്ന് വെച്ചാല് സ്വന്തം വൈഫിനെ കൊല്ലുന്നതാണ്, അല്ലെ, സ്വന്തം വൈഫിനെ കൊന്നാല് അതിനെയാണ് പറയുന്നത് യുക്സോറിസൈഡ്. അടുത്ത വേർഡാണ് മെറിറ്റിസൈഡ്. മെറിറ്റിസൈഡ് എന്ന് വെച്ചാൽ കില്ലിംഗ് വൺസ് ഹസ്ബൻഡ്. ഹസ്ബൻഡിനെ കൊല്ലുന്നതിനെയാണ് എന്ത് പറയാ, മെറിറ്റിസൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻഫാന്റിസൈഡ്. ഇൻഫാന്റിസൈഡും നമ്മൾ മിക്കവാറും കേൾക്കുന്നതായിരിക്കും, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്നൊക്കെ. എന്താണത്, കില്ലിംഗ് ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ്. പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയെ കൊന്നുകളയാണ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഫാന്റിസൈഡ്. ഇൻഫാന്റിനെ കൊന്നുകളയുന്നു. സോ നെക്സ്റ്റ് വേർഡ് ആണ് ജീനോസൈഡ്. ജീനോസൈഡ് എന്ന് വെച്ചാൽ എന്താണ്, കില്ലിംഗ് ഓഫ് ഹോൾ നേഷൻ അല്ലെങ്കിൽ ഹോൾ റേസ്. ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഹോളോകോസ്റ്റിന്റെയാണ്, അല്ലെ, നാസിപ്പട എന്ത് ചെയ്തിട്ടുണ്ട്, ജൂതന്മാരെ കൂട്ടക്കുരുതി ചെയ്തിട്ടുണ്ട്, അതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു ഹോൾ റേസിനെ തന്നെ എന്താണ്, നശിപ്പിച്ചു കളയാണ്, കൊന്നു കളയാണ്. ഓക്കെ, അത്രയും ക്രൂരതയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ജീനോസൈഡ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളെ കൊല്ലും. ദെൻ നെക്സ്റ്റ് എന്താണ്, പാരിസൈഡ്. പാരിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം പാരന്റ്സിനെ, അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയെയോ കൊല്ലുന്നതാണ്. ഓക്കെ, സ്വന്തം പാരന്റ്സിനെ കൊന്നുകളയാണ്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പാരിസൈഡ്. സോ ഇത്രയും വേർഡ്സ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർമ്മാണ ക്ലാസ്സസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.